ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നിഷ്കുട്ടന് ചെറിയ സർപ്രൈസ് ഉണ്ട് കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ, ഇതാണ് പൊയമീൻ. നമ്മൾ നിഷ്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് പൊയമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് കുട്ടികൾക്ക് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നയച്ചതാണ്. പിന്നെ അപ്പോൾ നിഷുകുട്ടന് ഇത് കണ്ട പാടന്നെ ഇത് പൊരിച്ചെടുക്കണം. ഞാൻ എന്ത് ചെയ്തു, പാനൊക്കെ ആദ്യം അടുത്ത അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് പാനൊക്കെ കത്തിച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെ കുരുമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് പൊരിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പമായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമ്മളെ നീർദോശ എന്നൊക്കെ പറയുന്ന കലക്കി ഒഴിക്കുന്ന അപ്പം ഞാൻ അതാണ് അതിൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ടേസ്റ്റോട് കൂടി തന്നെ അവരത് ആസ്വദിച്ച് കഴിച്ചു. എന്താണ് പിന്നെ നിഷ്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനത് തന്നെ ഇച്ചിരി ഉള്ളിയും വലിയ സവാള അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അവർ കഴിച്ചു. എനിക്കും ഇഷ്ടമായി. പിന്നെ അവിടെ ഞങ്ങൾ ഇവിടെ പോയ മീൻ കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ വീട്ടിൽ ഉമ്മയും ആങ്ങളൊന്നും കഴിക്കില്ല. എന്തായാലും നമ്മളെ നിഷ്കുട്ടൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവനെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഒപ്പം തന്നെ നിയമോളും ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം പൊരിച്ച് റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിയമോളും വന്നതാ. നിയമോള് പിച്ചെടുത്ത് കുറേ വായിൽ കുത്തി നിറച്ച്. പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വായിലും വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രം കഴുകൽ ഏകദേശം കംപ്ലീറ്റ് ആവാനായപ്പോൾ ഇതിവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. നമ്മൾ നിഷ്കുട്ടനാണ് നമ്മൾ സഹായിക്കൽ കേട്ടോ. ദിവസവും അവൻ കിടക്കാനോ ആ നേരത്ത് നമ്മൾ പാത്രം കഴുകി വെക്കുമ്പോൾ അടുപ്പും വീതനയും പിന്നെ ഗ്യാസ് അടുപ്പും പിന്നെ അതുപോലെ എല്ലാം അവന് തോർത്തി ക്ലീനാക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ് നമ്മൾ നിഷ്കുട്ടൻ കേട്ടോ. അപ്പോൾ അവനാണ് എന്നും വൈകുന്നേരത്ത് രാത്രി കിടക്കാൻ നേരത്ത് എൻ്റെ കൂടെ പാത്രം കഴുകാനോ അതേമാതിരി എല്ലാത്തിനും നമ്മളെ നിഷ്കുട്ടൻ സഹായിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.